രീതിയിൽ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു റീജോയിനിങ് പോസിബിൾ ആകാറില്ല. അങ്ങനെയുള്ള ഒരു 4 സിറ്റുവേഷൻ പറയട്ടെ. ഒന്ന്, നിങ്ങൾക്കിടയിലുള്ള റെസ്പെക്ട് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആർഗ്യുമെന്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നീട് അതൊരു ഇൻസൾട്ടിലേക്കും പരസ്പരമുള്ള മ്യൂച്വൽ റെസ്പെക്ട് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി പോകുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കപ്പ്. 2, ദ സൈലന്റ് ഡ്രിഫ്റ്റ് ബ്രേക്കപ്പ്. നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഒന്നും ഉണ്ടായിരിക്കില്ല പരസ്പരം. അവരെന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരും പറയും. പക്ഷെ പ്രത്യേകിച്ച് 2 പേർക്കിടയിലും സൈലൻസ് വല്ലാതെ വളർന്നിട്ടുണ്ടായിരിക്കും. പതിയെ പതിയെ ഒന്നും പറയാതെ ഒരു ബ്രേക്കപ്പ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. 3, വളരെ ക്വിക്കായിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു രീതി. അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്ന് റിപ്പയർ ചെയ്യാനോ വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകും. ആൻഡ് ഫൈനലി, സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ കെയർ, അറ്റൻഷൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതും ബ്രേക്കപ്പിലേക്ക് ലീഡ് ആവും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു അഫർമേഷനും ഉണ്ട്. അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് അഫർമേഷൻ എന്ന് വാട്സ്ആപ്പ് ചെയ്യാം.